എല്ലാവർക്കും KMDVയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 43ലേക്ക് സ്വാഗതം. ഇത് റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇറ്റാക്കുഹൻ വയലിൻ മെത്തേഡ് ബുക്ക് നമ്പർ 1 സ്റ്റെപ്പ് 2 3 and 4 എക്സസൈസ് ആൻഡ് സ്റ്റെപ്പ് 3 5th എക്സസൈസ്. ഈ രണ്ട് എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് 3 ഫിംഗർ എക്സസൈസാണ് ഡി സ്ട്രിങ്ങിൽ. സ്റ്റെപ്പ് 2 ഫിംഗർ എക്സസൈസ് തന്നെ ഡി സ്ട്രിങ്ങിലാണ്. അപ്പം ആദ്യം നമുക്ക് സ്റ്റെപ്പ് 2 തേർഡ് എക്സസൈസ് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. Exercise number 4. നമ്മൾ സ്റ്റെപ്പ് 3 തേർഡ് ആൻഡ് ഫോർത്ത് എക്സസൈസ് വായിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചത്. ഈ എക്സസൈസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെയിൽ ഡി മേജർ സ്കെയിലാണ്. എന്നോട് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടും ചോദിക്കുന്നുണ്ട്, സാർ സ്കെയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മേജർ സ്കെയിലുകൾ തുടങ്ങുന്നത് സി മേജറിൽ നിന്നാണ്. അപ്പോൾ സി മേജറിൻ്റെ അടുത്ത സ്കെയിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് സിമ്പിളാണ്. സി മുതൽ കൗണ്ട് ചെയ്യണം. സി ഡി ഇ എഫ് ജി. ജി മേജറാണ് സിക്ക് ശേഷമുള്ള സ്കെയിൽ. ജി മേജറിന് ശേഷമുള്ള സ്കെയില് ജി എ ബി സി ഡി. അപ്പം സി മേജറിനകത്ത് എത്ര ഷാർപ്പ് നോട്ടുകൾ വരും എന്ന് ചോദിച്ചാൽ സിക്കകത്ത് ഷാർപ്പ് അങ്ങനെയുള്ള നോട്ടുകളില്ല, നാച്ചുറൽ നോട്ടാണ് മുഴുവൻ. എന്നാൽ ജി മേജറിലേക്ക് വരുമ്പോൾ എഫ് എന്ന് പറയുന്ന നോട്ട് അതിൽ ഷാർപ്പായിരിക്കും. അപ്പം എഫ് കഴിഞ്ഞ് നമ്മൾ നോട്ട് കഴിഞ്ഞ് നമ്മൾ ഡി മേജറിലേക്ക് പോകുമ്പോൾ എഫ് മേളിലത്തെ സ്കെയിലിൽ ഓൾറെഡി ഷാർപ്പ് നോട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന നോട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. എഫ് തൊട്ട് വീണ്ടും കൗണ്ട് ചെയ്യണം. എഫ് ജി എ ബി സി. സി ആയിരിക്കും പിന്നീട് അതിനകത്ത് ഷാർപ്പ് വരുന്നത്. ഇങ്ങനെ നമുക്ക് താഴെ വരെയുള്ള നോട്ടുകൾ കണ്ടുപിടിക്കാം. അത് ഞാൻ പോകെ നിങ്ങളോട് പറയും. അതുകൊണ്ടാണ് ഈ 3ലും 4ലും ഉള്ള എക്സസൈസിന് ഈ 2 ഷാർപ്പ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്ന എവിടെ? ഒന്ന് എഫ് എഴുതേണ്ടിടത്താണ് അതിന് ഷാർപ്പ് കൊടുത്തേക്കുന്നത് മേളിലത്തെ ലൈനിനെ കട്ട് ചെയ്താണ് ഹാഷ് പോലുള്ള ചിഹ്നം ഇട്ടേക്കുന്നത്. പിന്നീട് കൊടുത്തേക്കുന്നത് സിയിലാണ്. അപ്പം ഏതൊക്കെ നോട്ടാണോ ഷാർപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് അത് വരുന്നത് ആ ലൈനിൽ തന്നെ ആ നോട്ട് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ തേർഡ് ആൻഡ് ഫോർത്ത് എന്ന് പറയുന്ന ഡി മേജറാണ്. അത് കഴിഞ്ഞാൽ 4/4 എന്ന് എഴുതിയിട്ടുണ്ട്. 4/4 എന്ന് പറഞ്ഞാൽ ഒരു ബാറിൽ 4 നോട്ട്. നിങ്ങൾ നോക്കിയാൽ നോട്ടുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ബാർ. ആ ഒരു ബാറിനകത്ത് 4 നോട്ടേ കാണും. അപ്പം 2 എന്ന് എഴുതിയിട്ടൊരു കറുത്ത വര ഇട്ടിട്ടുണ്ട്. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനകത്ത് 2 ബാർ റെസ്റ്റാണ്. ഇതിൽ 2 ബാർ റെസ്റ്റ് എന്ന് പറയുമ്പോൾ 8 നോട്ട് വരും.
അപ്പം തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മൾ 1 2 3 4 1 2 3 4 ഡി 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 ഇ ഇ ഇ ഇ എഫ് 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 ഇങ്ങനെ പോകും ഇത്. പിന്നെ ആ പിസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ 2 കുത്തുണ്ട്. ഇത് തീരുന്നിടത്തും 2 കുത്തുണ്ടാലായി. അതിനർത്ഥം ആദ്യം ഒരു തവണ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് എവിടം വരെ എഴുതിയിട്ടുണ്ടോ വായിച്ചു, അല്ലെങ്കിൽ ഈ കുത്ത് കാണുന്നിടം വരെ. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ കുത്തിനകത്തുള്ള നോട്ടുകൾ ഒന്നുകൂടെ വായിക്കണമെന്നാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതുപോലെ തന്നെ ഫോർത്തിൻ്റെ ഇനി നിങ്ങൾ കണ്ടു കാണും 1 എന്ന് എഴുതിയിട്ടൊരു വലിയ ലൈൻ ഇട്ടിട്ടുണ്ട്, 2 എന്ന് എഴുതിയിട്ടൊരു ചെറിയ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒന്നാമത്തെ തവണ നമ്മൾ മുഴുവൻ എക്സസൈസ് വായിച്ചു, രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ എവിടൊക്കെ ഈ 1 എന്ന് എഴുതിയിട്ട് വരയിട്ടുണ്ട് അതല്ല റിപ്പീറ്റ് ചെയ്യേണ്ടത്. ആ രണ്ടാമത് വായിക്കുമ്പോൾ ഡി 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 എഫ് 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 ഡി ഡി തീർന്നു. ഇങ്ങനെ വേണം എക്സസൈസ് വായിക്കാൻ. പിന്നെ കറുത്ത നോട്ടും കറുത്ത ഹെഡും കറുത്ത സ്റ്റെമ്മും ഉള്ളത് ക്രോഷറ്റ് നോട്ടാണ്, 1 ബീറ്റ് വാല്യൂ ആണ്. എന്നാൽ ഫോറിൽ കാണുന്ന മുഴുവൻ നോട്ടുകളും മിനിമം നോട്ടാണ്, 2 ബീറ്റാണ്. അതും വായിക്കേണ്ട രീതി മേൽ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ എന്താ പിസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ബോ കൊണ്ടല്ല വായിക്കേണ്ട എന്നുള്ളതാണ്. ഈ പിസിയാറ്റോ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് സത്യത്തിൽ നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് വയലിൻ ഇങ്ങനെ വായിക്കണം, അങ്ങനെയും വായിക്കണം, ബോ കൊണ്ടും വായിക്കണം, 2 രീതിക്കും ചെയ്യണം. ഇതുപോലെ തന്നെ സ്റ്റെപ്പ് 3 എക്സസൈസുകൾ ഒരു പ്രിലിമിനറി എക്സസൈസ് ടു നമ്പർ 5 അത് നിങ്ങൾ കണ്ടു കാണും, ഡി മേജറാണ്. പിന്നെ ആ എക്സസൈസും 2 തവണ നിങ്ങൾ വായിക്കണം. അതിന് മാർക്കിംഗ് എല്ലാം സെയിം ആണ്. 5ൽ വരുന്ന എക്സസൈസും സെയിം അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആണെങ്കിൽ അവരൊരു നല്ല വയലിനിസ്റ്റ് ആകും. അതിന് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വയലിൻ വായിക്കാൻ തന്നെയല്ല, കുറേ തിയറിയുടെ ഭാഗം കൂടി നിങ്ങൾ ഇതിൻ്റെ പഠിക്കണം. പഠിച്ചില്ലെന്ന് വരി നിങ്ങൾക്ക് നല്ലതുപോലെ വയലിൻ വായിക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ 2 എക്സസൈസ് ഞാൻ എലാബറേറ്റ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പ്രിലിമിനറി എക്സസൈസ് ടു നമ്പർ 5. എക്സസൈസ് നമ്പർ 5 ഈ ഞാനീ പറയുന്നത് സ്റ്റെപ്പ് 3ലെയാണ് ഇപ്പോൾ വായിച്ച 2 എക്സസൈസുകളും. അപ്പോൾ എക്സസൈസ് നമ്പർ 5 അത് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം.
അപ്പോൾ ഈ 2 എക്സസൈസ് സ്റ്റെപ്പ് 2-ലുള്ളതും 3-ലുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായി ഈ ക്ലാസ് അനവധി പേര് കാണുന്നുണ്ട്, എൻ്റെ എല്ലാ ക്ലാസ്സുകളും. അതായത് വയലിൻ കർണാട്ടിക് ആണെങ്കിലും കീബോർഡിൻ്റെ ആണെങ്കിലും ഒക്കെ കാണുന്നുണ്ട്. കാണുന്നവരിൽ വളരെ കുറച്ച് ആൾക്കാരെ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ദയവായി കാണുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണമുള്ളൂ. അപ്പം നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി നമ്മൾ കണ്ടുമുട്ടുന്നതും വരെ ഞാൻ അജയകുമാർ ജി നിങ്ങളോട് തൽക്കാലത്തേക്ക് കൂടെ പറയുന്നു. നന്ദി, നമസ്കാരം.